അല്ലാഹു തമ്പുരാൻ തന്റെ അടുക്കലേക്ക് നബിയെ വിളിക്കുകയാണ്. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നുവല്ലോ അത്. അവിടുത്തെ ഭാര്യയായ ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ താലിബ് ലോകത്തോട് വിട പറഞ്ഞു പോയി. വളരെ ഹതാശനായി നിരാശനായി അവിടുന്ന് നിൽക്കുന്ന സമയമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഒരിക്കലും കൈവടിയുകയില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തമ്പുരാൻ തന്റെ അടുക്കലേക്ക് നബിയെ വിളിക്കുകയാണ്. വലിയ ഒരു സംഭവം. ഇസ്രാ മിഅ്റാജ്. ലോകത്ത് നിന്ന് അല്ലാഹു തആല നൽകിയ ഈ പ്രപഞ്ചത്തിൽ ഇക്കാലം വരെ അല്ലാഹു നൽകിയ ഒരേ ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. ദുനിയാവിൽ ആർക്കും അത് കഴിയില്ല. അല്ലാഹു തആലയുടെ അടുക്കലേക്ക് അല്ലേ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റബ്ബിന്റെ അടുക്കലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകയാണ്. അനിർവചനീയമായ ഒരു രംഗം. എന്തു പറയണം അല്ലാഹുവിനോട്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ കാണുമ്പോ ആ വ്യക്തിക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കാറില്ലേ? സലാം പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാധാന്യപൂർവം പലപ്പോഴും നമ്മൾ സമ്മാനങ്ങൾ നൽകാറില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് എന്താണ് അവിടുത്തേക്ക് സമ്മാനമായി നൽകുക? അല്ലാഹുവിന് എന്താണ് സമ്മാനമായി നൽകുക? ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻവസൽ ഹയ്യാഹു ലില്ലാഹി തഹിയാത്തുൽ ഫുളൽ വമുബാറകാതു വസ്സലാത്തു കമാ നുഖിൽ ഫിസീറത്തിൽ ഹലബി ഹകാതത് മീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിനെ അഭിവാദ്യം ചെയ്യുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്തുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ ലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. ആ സമയത്ത് അല്ലാഹു തിരിച്ചു പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അതല്ലേ സ്നേഹത്തിന്റെ കടൽ, അതല്ലേ അല്ലാഹു സ്നേഹം, അതല്ലേ അല്ലാഹുവിന്റെ ബഹുമാനം. ആ പ്രവാചകരുടെ മേലിൽ പോലും നിർബന്ധമായ സലാം അല്ലാഹുവിന്റെ റസൂലിനോട് കോടാനക്കോടിക്കണക്കിന് വരുന്ന ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ നിരന്തരമായി പറയുന്ന ആ സലാം അത് അല്ലാഹു അങ്ങ് പറഞ്ഞതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഏ നബിയേ, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. പക്ഷേ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരിക്കലും എനിക്ക് മാത്രം രക്ഷ ഉണ്ടായാൽ പോരാ എന്നുള്ള വിചാരമാവുന്നത്. അവിടുന്ന് അങ്ങനെ തന്നെയാണല്ലോ. ഒരിക്കലും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ സ്വന്തത്തിൻ്റെ സുരക്ഷ മാത്രം ലക്ഷീകരിക്കുകയും ചെയ്യാത്ത ലോകത്തെ ഒരേ ഒരു നേതാവ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. അതിൻ്റെ ഒരു തെളിവാണത്. നോക്കൂ നിങ്ങൾ, ഞാൻ പറയേണ്ടതില്ലല്ലോ. ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും നമ്മെ ഓർത്തയാളാണ്, നമുക്ക് വേണ്ടി ദുആ ചെയ്തയാളാണ്. ഒരു സ്വഹാബി പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബിയോടുകൂടെ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅ സിയാറത്ത് ചെയ്യാൻ പോയി. ഒരുപാട് സമയം അവിടുന്ന് ദുആ ചെയ്തു. ഒരുപാട് ദുആ ചെയ്ത് അവിടുത്തെ കവിൾ തടങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങി. ദുആ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഖബറാളികൾക്കും സലാം പറഞ്ഞ് അവസാനം ഞങ്ങളുടെ നേരെ തിരിഞ്ഞവിടുന്ന് പറയുകയാണ്, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. ഞാൻ എൻ്റെ സഹോദരന്മാരെ കണ്ടുമുട്ടിയിരുന്നെങ്കിലെന്ന് മോഹിക്കുകയാണ്.
എന്റെ സഹോദരന്മാരെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് മോഹിക്കുകയാണ്. കൂടെയുള്ള സഹാബികൾ ചോദിച്ചു, നബിയേ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബി അങ്ങയുടെ സഹോദരന്മാർ? അല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല. എന്റെ സന്തോഷത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന, എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ അവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ധനത്തെക്കാളും എന്നെ കണ്ടിരുന്നെങ്കിലെന്ന് മോഹിക്കുന്നവരാണവർ. ഹബീബായ നബിയേ, റസൂലുള്ള പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക എന്നറിയുമോ? ഞാൻ അവരെ പരലോകത്ത് വെച്ച് അന്വേഷിക്കും. ഏകാന്തമായ മഹ്ശറിൽ വെച്ച് ഞാൻ അവരെ ഓരോരുത്തരെയും എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. നബിയേ, എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത്? അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ, അങ്ങവരെ ദർശിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത്? അവിടുന്ന് പറയുകയാണ്, ഉർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂ, വുളൂ ചെയ്ത അവയവങ്ങൾ, കൈകാലുകൾ കഴുകിയത്, മുഖം കഴുകിയത്, കാലുകൾ കഴുകിയത്, അതെല്ലാം കത്തിത്തിളങ്ങുന്നവരായി അവരുടെ നിസ്കാരത്തിലൂടെ വുളൂയിലൂടെ അവരെ ഞാൻ തിരിച്ചറിയുകയും എന്റെ ഹൗദുൽ കൗസറിലേക്ക്, ഹൗലുക സ്വാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുശൂരി, എന്റെ ഹൗദുൽ കൗസറിലേക്ക് അവരെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നമുക്ക് വേണ്ടി സംസാരിച്ചു. അവിടുന്ന് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തി, ഒരുപാട് സംസാരങ്ങൾ നടത്തി അല്ലാഹുവുമായി. അല്ലാഹുവേ, മൂസാ നബിക്ക് നീ ഇന്ന കലീമാക്കിയില്ല റബ്ബേ, ഈസാ നബിയെ നീ നിന്റെ ആത്മാവിൽ നിന്ന് പടച്ചില്ല റബ്ബേ. വഖദ് അഅതൈത ദാവൂദ വസുലൈമാന മുൽക്കൻ, ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും വലിയ രാജാധികാരം നീ നൽകിയില്ല അല്ലാ. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, നബിയേ നിങ്ങൾ പേടിക്കണ്ട, അന്ത ഹബീബി വ ഖലീലി, അങ്ങന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എൻ്റെ മഹാസ്നേഹിതനുമാകുന്നു. രണ്ട് വാക്കാണത്. ആ ഹബീബായ നബിക്ക് അല്ലാഹു തആല സ്നേഹത്തോടെ നൽകുകയാണ് അവിടുന്ന് നിസ്കാരം. എന്താ ഹബീബ്, ഖലീല്? ഹബീബ് പണ്ഡിതന്മാർ ഈ രണ്ട് വാക്കിനെയും വിശദീകരിച്ചിട്ടുണ്ട്. ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ അല്ലാഹു തആല തൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ ഇഷ്ടത്തിൻ്റെ ഉടമയാണ് ഹബീബ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ അറിയാൻ വേണ്ടി ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു. അതിന്റെ കാരണക്കാരനായി ഞാൻ സൃഷ്ടിച്ചത് ഗർത്തൂന ഹോതാ തോ ദുനിയാ തി ഖാലി, സാരേ നബി തേരെ ദർ കെ സവാലി. ഇല്ലായിരുന്നെങ്കിൽ ലോകം ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരാണോ തന്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്തുന്നത്, ആ വ്യക്തിയാണ് ഖലീൽ. ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റസൂലുള്ള രണ്ടും ആയിരുന്നു. റസൂലുള്ള ഹബീബുമാണ്, അള്ളാഹു തന്റെ തീരുമാനാക്കുന്ന ആളുമാണ്. റസായേ ഖുദാ റസായേ മുഹമ്മദ്, എന്താണോ അള്ളാഹുവിന്റെ തൃപ്തി അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തി. എന്താണോ മുഹമ്മദ് നബിയുടെ തൃപ്തി അത് തന്നെയാണ് അള്ളാഹുവിന്റെയും തൃപ്തി. ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, ഖുദാനെ ലഗായേ ജഹന്നം ഔർ ന ബുജായേ മുഹമ്മദ്. അള്ളാഹു സ്വർഗമുണ്ടാക്കിയപ്പോ മുഹമ്മദ് നബി അതിൽ കൊണ്ടുവന്ന ആളുകളെ പാർപ്പിച്ചു. അള്ളാഹു നരകമുണ്ടാക്കിയപ്പോൾ മുഹമ്മദ് റസൂൽ അതിനെ ഊതിക്കെടുത്തി.